ക്രിസ്മസ് ദിവസം ഷാനവാസും കുടുംബവും അനീഷിന്റെ വീട്ടിൽ വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അനീഷ് ഏട്ടന്റെ വീട്ടിൽ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റിന് വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലൊരു റിപ്ലൈ എന്നാലും അനീഷിന്റെ സൈഡിൽ നിന്ന് എന്തായാലും കൊടുത്തിട്ടുണ്ട് ഇന്നലെ. അതായത് കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിഞ്ഞു കാണും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആൾക്കാർ കണ്ടു കാണും എന്ന് എനിക്കറിയാം. അതായത് യൂട്യൂബിൽ അനീഷ് ഇന്നലെ എന്തായാലും ലൈവ് വന്നിരുന്നു. അത് രാത്രി തന്നെ ഈ സമയത്ത് എന്തായാലും യൂട്യൂബിൽ ലൈവ് വരുന്നു. ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലടക്കം അനീഷ് ഇന്നലെ സ്റ്റോറി ഇട്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഇതിന് ആൾക്കാരെ കാണാനുണ്ട്. ഏകദേശം ഒരു 20,000 മുകളിൽ ആൾക്കാരൊക്കെ എന്തായാലും ആ ഒരു ലൈവ് കണ്ടിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അനീഷിന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാനും അനീഷുമായിട്ട് സംസാരിക്കാനൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആരാധകർ എന്തായാലും പുറത്തുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് കിട്ടിയൊരു അവസരമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല ഇതിനെ എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ, അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഈ അനീഷും ഷാനവാസും ബന്ധം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെയാണ്. അത് ഉറപ്പായിട്ടും നമുക്ക് അറിയാവുന്നതാണ്. അതുമായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഒരുപാട് വരും എന്നുള്ളത്. ഇതൊരു ഡിസംബർ ടൈം ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കൂടി കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ അനീഷിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത് ഇത്തരത്തിലാണ്. അതായത് ക്രിസ്മസ് ദിവസം ഷാനവാസും കുടുംബവും അനീഷ് ചേട്ടന്റെ വീട്ടിൽ വരാനുള്ള വല്ല സാധ്യതകളുണ്ടോ, നമുക്കത് പ്രതീക്ഷിക്കാമോ എന്നുള്ള ഇതിലൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അതിനുള്ളൊരു അനീഷിന്റെ റിപ്ലൈ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തായാലും ഇപ്പൊ പറയാൻ പറ്റില്ല, അതൊരു സർപ്രൈസ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ചിരിച്ചുകൊണ്ടൊക്കെയാണ് എന്നാലും പറയുന്നത്. അപ്പൊ അത് കാണുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഓക്കെ അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും അവര് ഒരുപക്ഷെ ഷാനവാസും കുടുംബവും അനീഷിന്റെ വീട്ടിൽ വരാനായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു 2 കുടുംബങ്ങളും കൂടി ഒരുപക്ഷെ വല്ല പുറത്തേക്ക് വല്ല യാത്രക്ക് പോകാനാണോ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കൊരു 100% ഉറപ്പ് തരുന്ന രീതിയിലുള്ള ഒരു റിപ്ലൈ ആണ് അനീഷിന്റെ സൈഡിൽ നിന്ന് എന്തായാലും ഇന്നലെ വന്നിട്ടുള്ളത്.